സാനിയോ, ജില്ലയിൽ നിന്ന് ഈ എഴുത്തുകാരി ഷഹനാസിന്റെ അടക്കം ആരോപണമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. കടുത്ത നടപടി പാർട്ടിയും കോടതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത സമയമാണ്. മറ്റു മുന്നണികളുടെ പ്രതിഷേധങ്ങൾ, ഇതിനോടുള്ള പ്രതികരണങ്ങൾ, അതൊക്കെ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തുടർ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗുഡ് മോർണിംഗ് രോഷ്നി ആൻഡ് ഹരിപ്രിയ. ഏതായാലും വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. കോടതി പരിസരങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ പ്രതിഷേധവും പൊതിച്ചോർ വിതരണവും അതുപോലെ ലഡു വിതരണവും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യം. ഞാനിപ്പോഴുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിൽ 2-3 കോടതികളിലും വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് പോലീസിനടക്കം കിട്ടിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാനന്തവാടി കോടതിയിലും ബത്തേരി കോടതിയിലും കൽപ്പറ്റ കോടതിയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്നലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള പോലീസുകാരൊക്കെയും അവിടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് മാനന്തവാടി കോടതിയിലെ ജഡ്ജ് പോകാൻ വൈകിയത് ഒരു സംശയമുണർത്തുന്ന കാര്യത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അതിർത്തി മേഖലകളിലുള്ള റിസോർട്ടുകളിലൊക്കെയും പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പെരിക്കല്ലൂർ വഴി, അതായത് അവിടെ റോഡില്ല, പെരിക്കല്ലൂർ വഴി പുൽപ്പള്ളിയിലേക്ക് എത്തി അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ മാനന്തവാടിയിലെയോ ബത്തേരിയിലോ കോടതിയിലേക്ക് കീഴടങ്ങാൻ എത്തുമെന്നുള്ള ഒരു അഭ്യൂഹവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെരിക്കല്ലൂർ അതിർത്തി ഭാഗങ്ങളിലുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ചില റിസോർട്ടുകളിലൊക്കെ പരിശോധന ഇന്നലെ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇന്നും ഇപ്പോൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലടക്കം പരിശോധന കാര്യമായി നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും പ്രതിഷേധങ്ങളൊക്കെയും ഇന്നും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതേസമയം വലിയ ഉദ്വേഗജനകമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. രാഹുൽ ഏത് കോടതിയിലായിരിക്കും കീഴടങ്ങുക, ഇനിയിപ്പോൾ കീഴടങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിലും ഏറ്റവും പ്രധാനമായും മുന്നിലുണ്ടാവുക. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. ഇക്ബാൽ അറക്കലിലേക്ക് പോകുന്നു. ഇക്ബാൽ, ഇന്നലെ 2ാമത്തെ കേസിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ പക്ഷേ ഫെന്നി നൈനാനെ പ്രതി ചേർത്തിരുന്നില്ല. ഇന്നിപ്പോൾ കാറിൽ കൊണ്ടുപോയത് ഫെന്നി നൈനാൻ എന്ന യുവതി ആവർത്തിക്കുകയാണ്. അപ്പോൾ ഫെന്നി നൈനാന് കുരുക്ക് മുറുകുന്നു എന്നാണല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഫെന്നി നൈനാൻ കൂടി ഏതെങ്കിലും പ്രതി ചേർക്കപ്പെടുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം രാഹുലിന് വേണ്ടി ഇത്തരം സഹായങ്ങൾ ചെയ്ത ആളുകളെ കേന്ദ്രീകരിച്ചാലും അന്വേഷണം നടത്തുന്ന SID സംഘം ഇവരെ കൂടി രാഹുലിന് സഹായം ചെയ്ത് നൽകിയത് കണ്ടെത്തിക്കൊണ്ട് ഇവരെ കൂടി പ്രതി ചേർക്കാനുള്ള നീക്കങ്ങൾ നടത്തും. അങ്ങനെയാണെങ്കിൽ ഫെന്നി നൈനാൻ അതൊരു കുരുക്കായി മാറും. സ്ഥാനാർത്ഥിയാണ് ഫെന്നി നൈനാൻ. ഏതായാലും വലിയ രീതിയിൽ ഫെന്നി നൈനാനും കൂടി ബാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ചും രാഹുലിന് പാലക്കാട് ഉൾപ്പെടെ സഹായങ്ങൾ ചെയ്ത് നൽകിയ ആളുകളെ കൂടി പോലീസ് കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നലെ രാഹുലിന്റെ 2 ML ഓഫീസിലെ 2 ജീവനക്കാരെയാണ് SID സംഘം കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. അതിലൊരാൾ ഇടുക്കി സ്വദേശിയും മറ്റൊരാൾ പത്തനംതിട്ട സ്വദേശിയുമാണ്. ഒരാൾ പേഴ്സണൽ സ്റ്റാഫായിരുന്നു. ഏതായാലും ഇവർ രാഹുലിനെ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചു എന്നുള്ള കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പേരെയും SID സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇവർക്ക് രക്ഷപ്പെടാനുള്ള വാഹനം നൽകിയിട്ടുള്ളത് അതൊരു പാലക്കാട് സ്വദേശി തന്നെയാണ്. പാലക്കാട് നഗരത്തിൽ തന്നെ ഉള്ള ഒരാളാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും SID സംഘം ഈ വാഹനത്തിന്റെ ഉടമയെ ഉൾപ്പെടെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ രാഹുലിന് സഹായങ്ങൾ നൽകിയ ആളുകൾ, പ്രത്യേകിച്ചും ഒളിവിൽ പോകാനും രക്ഷപ്പെടാനും എല്ലാം സഹായങ്ങൾ നൽകിയ ആളുകളെ കൂടി ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് SID സംഘം കടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ രാഹുലിന് സഹായം നൽകിയിട്ടുള്ള ഫെന്നി നൈനാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് തന്നെയായിരിക്കും SID സംഘം കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദീപക് മോഹൻ കൂടി ചേരുന്നു. ദീപക്, വയനാട്ടിൽ തന്നെ കോടതികളിൽ നേരത്തെ സാനിയോ സൂചിപ്പിച്ചതുപോലെ കാവലുണ്ട്. പ്രത്യേകിച്ച് കീഴടങ്ങാനുള്ള രാഹുലിന്റെ ശ്രമം അത് പൊളിക്കുക എന്നുള്ളൊരു നീക്കം, അതിന് ജില്ലയിൽ എത്തരത്തിലാണ് പദ്ധതികൾ, അന്വേഷണ സംഘത്തിന്റെ നീക്കം, അത് കൃത്യമായി തന്നെ അറിയുന്നുണ്ടോ രാഹുൽ? റോഷ്നി, ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിനെ പറ്റി കൃത്യമായൊരു അറിവ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്നുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ സംശയം തോന്നിയതാണ്. അതിനെ തുടർന്നാണ് ഒരു രഹസ്യ സ്വഭാവത്തിലായിരിക്കണം SITയുടെ നീക്കങ്ങൾ എന്ന കഴിഞ്ഞ ദിവസം ADGP അടക്കം നിർദ്ദേശം നൽകിയത്. ഇന്നിപ്പോൾ SIT പ്രധാനമായും വയനാട് ജില്ലാ അതിർത്തികളിൽ മാത്രമല്ല ബാംഗ്ലൂരിന്റെ പല മേഖലകളിലും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ നിന്ന് തമിഴ്നാട് വഴി കർണാടകയിലേക്ക് വന്ന സമയത്ത് വന്ന വാഹനങ്ങൾ, ഈ വാഹനങ്ങൾ എത്തിച്ചു കൊടുത്ത ആളുകൾ, ഒപ്പം ഇന്നലെ പിടിയിലായ 2 സഹായികൾ അടക്കമുള്ള ആളുകൾ, ഇവരെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ കാസർഗോഡുള്ള ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാകുമെന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു.
പുത്തൂരിൽ നിന്ന്, അതായത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒത്താശയും സഹായവും ചെയ്തു കൊടുത്ത കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഹൊസ്ദുർഗ് കോടതിയിലേക്ക് എത്തും എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചത്. പക്ഷേ പിന്നീട് വലിയ വൻ പോലീസ് സന്നാഹം വന്നതോടുകൂടിയാണ് ഇന്നലെ അങ്ങോട്ടേക്ക് രാഹുൽ എത്താതിരുന്നത് എന്നാണ് SITയുടെ അനുമാനം. ഏതായാലും ഇന്ന് ഈ മറ്റു പല കോടതികളിലും രാഹുൽ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട് അതിർത്തികളിലും ഒപ്പം ജില്ലാതിർത്തികളിലടക്കം SIT പരിശോധനയുണ്ട്, SITയുടെ കാവലുണ്ട്, അവിടെ കനത്ത സുരക്ഷയുമുണ്ട്. ബംഗളൂരു നഗരത്തിൽ 3 ടീമായാണ് ഈ SIT സംഘം എത്തി പരിശോധനയ്ക്കായി എത്തിയത്. നേരത്തെ രാഹുൽ താമസിച്ചിരുന്ന ഹോട്ടൽ, അതോടൊപ്പം രാഹുൽ പോയ വഴികളിലൊക്കെ തന്നെ SIT സഞ്ചരിച്ചു. പക്ഷേ ഈ SITയുടെ നീക്കം രാഹുലിന് കൃത്യമായി ചോർന്ന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അറിവ് ലഭിച്ചിട്ടുള്ളത്. റോഷ്നി. ശരി, ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.